പ്രഭാത സവാരിക്കാർക്കും സായാഹ്ന നടത്തക്കാർക്കും ഉല്ലസിക്കാൻ വരുന്നവർക്കുമൊക്കെ ഏറ്റവും മനോഹരമായ ഇടമാണ് വെല്ലിംഗ്ടൺ ഐലൻഡിലെ COPT വാക്ക്വേ. എന്നാൽ ഈ പ്രദേശം ഇന്ന് ഇവിടെ കാട് പിടിച്ച് വളരെയധികം നടത്തക്കാർക്കും ഇവിടെ വരുന്നവർക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രദേശമായി മാറിയിരിക്കുകയാണ്. ഇവിടം ശുചിയാക്കുവാനോ ഇവിടെയുള്ള ഇഴജന്തുക്കൾ അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുവാനോ ഒന്നും ആർക്കും സാധിക്കുന്നില്ല. അധികാരികൾ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതികളാണ് ജനങ്ങൾ ഉയർത്തുന്നത്. പ്രതികരണങ്ങളിലേക്ക് ഞാനൊരു കൊല്ലങ്ങളായി ഇവിടെ നടക്കണം. ആദ്യമൊക്കെ ഞാൻ ഒറ്റക്കായിരുന്നു, നടന്നു അങ്ങനെയാണ് ഈ ഗ്രൂപ്പായിട്ട് പരിചയപ്പെട്ടത്. ഞാൻ നോക്കിയപ്പോൾ ഇവർ കുറേ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെളുപ്പിനെ വരും നടന്ന് ഇവിടെ കുറേ എന്ന് വെച്ചാൽ ഇവിടെ ഈ നായുടെ ശല്യം കുറച്ച് അധികമുണ്ട്. പിന്നെ ഈ വീഡ്സ് ചെടികളൊക്കെ ഇങ്ങനെ കുറഞ്ഞ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു 3 ആഴ്ച കൊണ്ട് പോകുകയാണ്. വെട്ടി മെയിൻറ്റെയിൻ ചെയ്തിരുന്നതാണ്. കുറേ കാലമായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യാനില്ല അധികാരികൾ. പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വാക്കുവിലേക്ക് കൊണ്ട് ഇറക്കണമൊക്കെ ഞങ്ങൾ തന്നെ വെട്ടും. ഈ ബൊഗൈൻവില്ലയുടെ കൊമ്പ് അതൊക്കെ മുള്ളുള്ളതുകൊണ്ടേ കുട്ടികളൊക്കെ ഇവിടെ മൊത്തം തട്ടായിരിക്കാണ്ട് ഞങ്ങൾ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ. ഞാനാണെങ്കിൽ ഒരുമാതിരി നല്ല ഏജൻ്റാണ്. ഇപ്പോൾ റണ്ണിങ് 80 years ആണ്. സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് വാക്ക്വേയിൽ? ഞാൻ സ്ഥിരമായിട്ട് ഈ വാക്ക്വേയിൽ നടക്കാൻ വരുന്ന ഒരാളാണ്. ഇവിടെ സ്ഥിരമായിട്ട് വരുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് പ്രാഥമിക നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ, കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് വളരെയേറെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. കഴിഞ്ഞ 9 വർഷത്തോളമായി ഈ വാക്ക്വേയിൽ എല്ലാ ദിവസവും പ്രഭാത സവാരിക്ക് എത്തിച്ചേരുന്ന ഒരു കൂട്ടമാണ് ഞങ്ങൾ. കൊച്ചിൻ ഹാർബർ അവന്യൂ വാക്കേഴ്സ് ക്രൂ എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്. ഞങ്ങളൊരു 10-30 അംഗങ്ങൾ ഉണ്ട്. ഈ വാക്ക്വേയെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചി നഗരത്തിൻ്റെ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ഏരിയ ആയിട്ടുള്ള മനുഷ്യർക്ക് ഒരു ശുദ്ധമായി ശ്വസിക്കുവാനുള്ള ഒരു ഇടം എന്ന നിലയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണിത്. സമയാസമയങ്ങളിൽ ഈ വാക്ക്വേയിൽ വളർന്നു വരുന്ന പുല്ലും പൊന്തയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം വെട്ടി കൃത്യമായി പരിപാലിച്ച് വളരെ ഭംഗിയായി വരുന്ന പൊതുജനങ്ങൾക്ക് അവർ കുടുംബസമേതം കുഞ്ഞുകുട്ടികളോടുകൂടി വന്ന് ഒത്തിരി സമയം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാനും നാളുകളായി ഇതിൻ്റെ പരിപാലനം, കൃത്യമായ പുല്ല് വെട്ടി ഭംഗിയാക്കുക, അതുപോലെ തന്നെ മരങ്ങൾ ഈ കഴിഞ്ഞ ആ മഴ ആ സമയത്ത് തന്നെ 2-3 മരങ്ങൾ മറിഞ്ഞ് ഈ വാക്ക്വേയിലേക്ക് വീഴുകയും അത് ദിവസങ്ങളോളം അവിടെ കിടന്ന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ട് ആരും പ്രതികരിക്കാതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഈ സംഘടനയുടെ അംഗങ്ങൾ തന്നെ വെട്ടി മാറ്റുന്ന ഒരവസ്ഥയുണ്ടായി. പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രഭാത സവാരിക്ക് എത്തുന്നവരിൽ ഏതാണ്ട് 3/4% ആളുകൾ തന്നെ 100-ൽ 75% പേരും വയോജനങ്ങളാണെന്നുള്ളതാണ് അതിൽ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതിലെ സുഗമമായി നടന്നു പോകാനുള്ളൊരു സാഹചര്യം നിലവിൽ ഇല്ല. അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെ ശല്യം, വിഷപ്പാമ്പുകളും അതുപോലെ കീരി ഉൾപ്പെടെയുള്ള ജീവികളും ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുടുംബമായി എത്തുന്ന, കുട്ടികളുമായി എത്തുന്ന, ഒരല്പസമയം ഇവിടെ ചെലവഴിക്കാൻ എത്തുന്ന കുടുംബങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാക്ക്വേ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പോലെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൻ്റെ കൃത്യമായി പുല്ലും മറ്റും വെട്ടി ഭംഗിയായിട്ട് പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകത്തക്ക തരത്തിൽ ഈ വാക്ക്വേയെ സംരക്ഷിക്കണമെന്നുള്ളതാണ് ഈ വാക്ക്വേയുടെ ഒരു നിത്യ കാവൽക്കാർ എന്ന നിലയിൽ ഈ ഞങ്ങളുടെ സംഘടനയ്ക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ബോധിപ്പിക്കാനുള്ളത്. വല്ലപ്പോഴും വരാറുണ്ട്, പക്ഷേ അവസ്ഥ വളരെ മോശമല്ല, ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയാണ്. ഇത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ഒന്നും നടക്കുന്നത്, കാട് പിടിച്ച ആകെ മോശം, ഇഴജന്തുക്കളും വിഷയമെല്ലാം ഉണ്ട്. ഇവിടെ ഇതിൻ്റെ പരിപാലനവും സംരക്ഷണവും ഒരു കാലത്ത് നല്ല രീതിയിൽ നടത്തിയിരുന്നതാണ് ഇതിൻ്റെ അധികാരികൾ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇത് നടത്താതെ വരികയും ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഒന്ന് ഇഴജന്തുക്കളുടെ ശല്യമുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഈ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്ന കുടുംബങ്ങൾക്ക്, കൊച്ചുകുട്ടികളുമായിട്ട് വരുന്ന പലർക്കും പല അപകടങ്ങളിൽ നിന്ന് അവർ വളരെ ചെറിയ രീതിയിൽ രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അതിൽ വെളുപ്പിനെ ചിലപ്പോൾ രാവിലെ 5 മണിക്കൊക്കെ നടക്കാൻ വരുന്ന ഒരു ഇഴജന്തുക്കളെ കണ്ടതായിട്ടും പലപ്പോഴും കാരണം നമുക്ക് ഒരു ദിവസം എൻ്റെ അടുത്ത് കൂടെ ഒരു ഇഴജന്തു പോകുന്നൊരവസ്ഥയുണ്ടായി. കാര്യം അന്ന് നമ്മൾ അധികാരികളെ ഇത് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായി അവതരിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അടുത്ത ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. കാരണം നമ്മൾ കാണുന്ന രീതിയിലായിരിക്കില്ല അവർ ചിലപ്പോൾ നമ്മളോട് ഇടപെടുന്ന അടുത്ത് വരുമ്പോൾ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ, കൊച്ചുകുട്ടികളുമായിട്ട് കളിക്കാൻ വരുന്നവർ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ കുറേ ആൾക്കാരുണ്ട്. ഇടയ്ക്ക് നായ്ക്കളെ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതും ഇടയ്ക്കാലത്ത് നിർത്തിവെച്ചു. ഇപ്പം നായ്ക്കളുടെ
എണ്ണം പെരുകിയിട്ടുണ്ട് ഇവിടെ. അതും അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ പരാതികളുണ്ട്. ഈ പരാതികളെന്ന് വെച്ചാൽ ഇത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ 28ാം ഡിവിഷനാണ്. ഡിവിഷൻ്റെ ഒരു കൗൺസിലറുണ്ട്. കൗൺസിലർ ഇങ്ങോട്ട് എനിക്കൊന്നും തിരിഞ്ഞു നോക്കാറില്ലെന്നാണ്. അതുകൊണ്ട് ഇവിടെ കൊച്ചും പോർട്ടുണ്ട്. നമ്മളെ തൊഴിലുറപ്പ് ആൾക്കാരുണ്ട്. ഈ തൊഴിലുറപ്പ് ആൾക്കാർക്ക് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു തൊഴിലുറപ്പ് ഒരു ഗ്യാങ്ങിന് കൊടുക്കാൻ പറ്റുന്ന വർക്ക് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കൗൺസിലർ അവിടെ കിടക്കുന്നു, കൊച്ചിൻ കോർപ്പറേഷൻ കിടക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു MP ഉണ്ട്, അതൊരു MLA ഉണ്ട്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇത് ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് വേയാണ്. അത് മാത്രമല്ല ഈവനിങ് സമയത്തും ഇവിടെ രാത്രി 10, 11 മണി വരെ 12 മണി വരെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പാമ്പുകളുടേതും അതുപോലെ തന്നെ പാമ്പുകൾ വെള്ളമടിച്ച് വെക്കുന്ന പാമ്പുകളുടെ ശല്യം ഇവിടെ ഉണ്ട്. രാത്രിയാകുമ്പോൾ പോലീസിൻ്റെ ഒരു നോട്ടവും കൂടി ഇവിടെ ഈ പ്രദേശത്ത് വേണമെന്നാണ് നമ്മുടെ ഇതുകൊണ്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം പോലീസിൻ്റെ ഒരു പെട്രോളിങ്ങും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ വഴികൾ ഒന്ന് വെട്ടിത്തെളിച്ച് ഒരുപാട് ആൾക്കാർ, യുവജനങ്ങൾ എല്ലാവരും വൈകുന്നേരങ്ങളിലും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊന്ന് വന്നു കഴിഞ്ഞാൽ അറിയാം അത്രയധികം രാത്രിയാകുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു നൈറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ രാത്രി ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. പ്രദേശം ശുചിയാക്കുവാനും ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി നടക്കുവാനും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും വ്യായാമം ചെയ്യുവാനുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. എല്ലാം ശരിയാണ്. ഒപ്പം തന്നെ ഇവിടെ നടക്കുവാൻ വരുന്നവരും ഇവിടെ വിശ്രമിക്കുവാൻ വരുന്നവരും ഉല്ലസിക്കാൻ വരുന്നവരും കുറേ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ പ്രദേശം ശുചിയായിട്ട് സൂക്ഷിക്കേണ്ടത് അവരുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അത് കുറച്ചുപേർ മാത്രം ചെയ്താൽ പോരാ. കാരണം ഇവിടെ നോക്കുന്ന COPT വാക്ക് വേ അവന്യൂ ക്രൂവിൻ്റെ മെമ്പർമാരുണ്ട്, അതിൻ്റെ ഭാരവാഹികളുണ്ട്. അവർ മാത്രം ശ്രമിച്ചാൽ പോരാ, എല്ലാവരും തയ്യാറാകണം. കാരണം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വേസ്റ്റ് കൊണ്ടുവന്ന് ഈ പ്രദേശത്തിട്ടിട്ട് അത് നായ്ക്കൾ വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ മാറണമെങ്കിൽ നമ്മളും ശരിയാവുക, ഒപ്പം തന്നെ അധികാരികളും തയ്യാറാകണം. ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുവാൻ ഏറ്റവും മനോഹരമായ കൊച്ചിയുടെ ശുദ്ധവായുവുള്ള ഒരു പ്രദേശമാണിത്. ഇത് വീണ്ടെടുക്കുവാനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറാവുക. കൊച്ചിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റപ്പല്ലോ.